ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നുള്ളതെന്ന് കണ്ടു നോക്കാം. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ്, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഒരു 5-6 കാഷ്യൂ നട്ട് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് ഇതൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുട്ടയുടെ സൈഡൊക്കെ നന്നായി വരഞ്ഞെടുത്തിട്ടുള്ളതാണ്. മുട്ട ചേർത്തതിന് ശേഷം ഇതൊന്ന് 1 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. മുട്ടയിലേക്ക് മസാല ഒക്കെ പിടിക്കുന്നതിനാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.